ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു ഫ്രോക്ക് നൈറ്റിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരു വെറൈറ്റി നെക്ക് വെച്ചാണ് നമ്മൾ ഇന്ന് ഫ്രോക്ക് നൈറ്റി തയ്ക്കാൻ പോകുന്നത്. അതിന് ഫ്രണ്ട് നെക്കിന് ഒരു അര ഇഞ്ചോളം മതി നമുക്ക് ഇറക്കാം. ബാക്ക് നെക്ക് ഒരു 2.5 ഇഞ്ച്, ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച്, കൈക്കുഴി 7 ഇഞ്ച്, ഷോൾഡർ വരുന്നതും 7 ഇഞ്ച് തന്നെ. പിന്നെ 36 ചെസ്റ്റ് വണ്ണമുള്ള ഒരാളുടെ അളവിലാണ് ഞാൻ ഇത് വെട്ടിയിരിക്കുന്നത്. ഫ്രോക്ക് നൈറ്റ് തയ്ക്കണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഞാനൊരു ഐറ്റം കൂടി കാണിച്ചു തരാം. ഇത് ഒരു ചാർട്ട് പേപ്പറിൽ എൻ്റെ സ്വന്തം അളവ് തന്നെ ഞാൻ വെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് അല്ലേ, നമ്മുടെ മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അളന്നെടുത്തൊക്കെ വെട്ടേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ചാർട്ട് പേപ്പർ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. ആണെങ്കിലും കണ്ടോ, ബാക്ക് സ്ലീവ്, ഫ്രണ്ട് സ്ലീവ്. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ ധൃതി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇത് നമുക്ക് തയ്ക്കാം. ചാർട്ട് പേപ്പർ വെച്ച് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എനിക്ക് ചുരുക്കിടേണ്ടത് കൊണ്ട് ഒരു 2 ഇഞ്ചോളം നമ്മൾ ചുരുക്കിനായി വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ആ കട്ട് ചെയ്യണ പേപ്പർ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് സ്ലീവ് നമുക്ക് വരച്ചെടുക്കാം. പിന്നെ ലെങ്ത്ത് കൂടണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ലെങ്ത്തും നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്താലോ. ബാക്കി നമുക്ക് ഇത്രയും മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് വെച്ചാണ് നമ്മൾ താഴെ ചുരുക്കിയിട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ നെക്ക് എങ്ങനെയാണ് വെട്ടണമെന്ന് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ വിട്ട് നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് ഒരു 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം വേണം. അത് നമ്മളൊരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 7 ഇഞ്ച് നെക്ക് എടുത്ത ശേഷം ഒരു 2 എടുത്താൽ മതി. 2 താഴെ കടലപ്പെടുത്തുക. ഇത്രയുമായി നമ്മുടെ നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണമെന്നുണ്ടെങ്കിൽ കുഴിച്ച് വെട്ടാം കേട്ടോ. നൈറ്റിയാണ്, അപ്പോൾ നമുക്ക് ഷേപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് അല്ലേ, ഫ്രോക്ക് നൈറ്റി ആകുമ്പോഴടക്കം പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം, ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടാം. ഇത് നെക്ക് അടിച്ച് മറിക്കാൻ വേണ്ടിയാണ് ഈ പീസ്. സെയിം പീസ് വെച്ചാൽ അത്ര ഭംഗി ഇല്ല, എന്നാലും സെയിം പീസ് ഉണ്ടെങ്കിൽ സെയിം പീസ് വെക്കാം, അല്ലെങ്കിൽ അതിനോടൊരു കോമ്പിനേഷൻ വന്ന രീതിയിലുള്ളൊരു പീസ് വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. എൻ്റെ കയ്യിൽ വേറെ കോട്ടൺ പീസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു നെറ്റിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് വീതിയിലും 11 ഇഞ്ച് നീളത്തിലും വരുന്നൊരു പീസ്. നമുക്ക് വേണ്ടതിലെല്ലാം വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തയ്ച്ചിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് നെക്ക് തയ്ച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് മറിച്ചെടുത്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് ബാക്ക് നെക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് വെക്കുമ്പോൾ സ്ലീവ് നമുക്ക് കൈക്കുഴിയുമായിട്ടൊന്ന് യോജിപ്പിച്ച് ആദ്യം നോക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് ഫിനിഷ് ആയിരിക്കുകയാണ്. സ്ലീവ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കിനി സൈഡ് കൂട്ടിയടിക്കാം. ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം, അല്ല കുറച്ച് ലൂസ് ആവശ്യമുണ്ടെങ്കിൽ അതേ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് അടിയിൽ ചുരുക്കിടാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ നമ്മൾ ചുരുക്കിയിട്ടിരിക്കുകയാണ്. ചുരുക്കിയിട്ടത് ഒരു പ്രിസർവ് ഫുഡ് വെച്ചാണ് ഞാൻ ചുരുക്കിയിട്ടത്. അടിപൊളിയായിട്ട് നമുക്ക് ചുരുക്കിടാൻ പറ്റും. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്കാണ് കാണുന്നത്. നെക്കൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. സ്ലീവ്, നെക്ക് എല്ലാം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്.
നല്ല അടിപൊളിയായിട്ടില്ലേ? നമുക്ക് അടുത്തൊക്കെ പോകുമ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.